ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അശ്വതി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചൊരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ബ്ലാക്ക് സ്മോക്കി ഐ പിങ്ക് ലിപ്പ് ലുക്കാണ്. അന്ന് ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന ഒലിവിയ പാൻകേക്ക് ആണ് ഇൻ ദി ഷെയ്ഡ് സൺ ടോൺ. ഈ പാൻകേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒറ്റൊരു പ്രൊഡക്റ്റായിട്ട് ആക്ട് ചെയ്യും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേക റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഞാനിത് ഹാഫ് ഓഫ് മൈ ഫേസ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ അത്യാവശ്യം കുറച്ചധികം പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് മതിച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കവറേജ് ഉണ്ടാവില്ല. എനിക്കും പേഴ്സണലി ഇത്ര കവറേജ് അത്ര ഇഷ്ടമില്ല. പക്ഷേ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് എത്ര കണ്ടും കവറേജ് തരുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ബേസ് മേക്കപ്പ് ഇതോടുകൂടി കഴിഞ്ഞു, ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് കഴിഞ്ഞു. നമ്മളിനി ഐ മേക്കപ്പിന് ഉപയോഗിക്കുന്നത് ഫേസസിൻ്റെ കാജലാണ്. നിങ്ങൾ പല വീഡിയോയിലും ഞാനത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫേവറേറ്റ് കാജലാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, വളരെ അഫോർഡബിൾ ആണ്, 100 സംതിങ് ഉള്ളൂ. പിന്നെ ഈ ഒലിവിയ പാൻകേക്കിന് 120 രൂപയുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ കണ്ണിൽ നന്നായിട്ട് എഴുതുകയാണ്. കണ്ണിന് ഐലാഷസിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അതേപോലെ കണ്ണിൻ്റെ മീതെയും വളരെ തിക്കായിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതത്ര നീറ്റ് ആവണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ള ലൈൻ കൊടുക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഒരു ഇയർബഡ് വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ കോർണറിൽ ഒരു വി ഷേപ്പ് പോലെ എഴുതിയതിന് ശേഷം കാജൽ കൊണ്ട് എഴുതിയതിന് ശേഷം അതും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഔട്ടർ കോർണറിലും ലാഷ് ലൈനിലും കൂടുതൽ ബ്ലാക്ക് കളർ വേണം. മുപ്പട്ടേക്ക് പോകുന്തോറും ബ്ലാക്ക് കളർ കുറയണം. പിന്നെ അത് സ്മഡ്ജ് ചെയ്യാൻ ഞാൻ എഗെയിൻ ഒലിവിയ പാൻകേക്കിന് കുറച്ച് എടുത്തിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് ഐലിഡ്സിൻ്റെ മീതെ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈറ്റായിട്ട് കാജൽ വെച്ചിട്ട് ഒരു ലൈൻ എഴുതുന്നുണ്ട്, ഒരു ടൈറ്റ് ലൈൻ എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇയർബഡിൽ എത്ര കണ്ടും ബാക്കിയുണ്ടോ അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐബ്രോ പെൻസിലൊന്നും ഉപയോഗിക്കണില്ലല്ലോ, അപ്പോൾ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ സെയിം പ്രൊസീജിയർ തന്നെ അടുത്ത കണ്ണിലും ചെയ്യാണ്. നന്നായിട്ട് കാജൽ എഴുതിയതിന് കൺമഷി എഴുതിയതിന് ശേഷം മേലിലും എഴുതും. പിന്നെ ഔട്ടർ കോർണറിലും കുറച്ചൊരു വി ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ക്യൂട്ടപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കണ്ണിൻ്റെ താഴെ ഒന്ന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിനുശേഷം മുകളിൽ കണ്ണിൻ്റെ മീതെ എഗെയിൻ ഈ ഔട്ടർ കോർണേഴ്സിൽ നന്നായിട്ട് കാജലുള്ള പോലെ ആക്കിയതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ ലാഷ് ലൈനിൻ്റെ അവിടെ നിന്ന് മീതേക്കും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് ഈ ഔട്ടർ കോർണേഴ്സിൽ കൂടുതൽ ബ്ലാക്ക് കളറും ഐലാഷസിൻ്റെ അവിടെ കൂടുതൽ ബ്ലാക്ക് കളർ ഉണ്ടാകുമ്പോൾ കണ്ണിന് നല്ലൊരു ഡെഫിനേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എഗെയിൻ ഒരു ലൈറ്റായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ട് അത് കുറച്ചധികം മാഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ മറ്റേ വിങ് ലൈനർ എഴുതാൻ അത്രയും സമയം എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് പാൻകേക്കിന് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഡിഫ്യൂസ്ഡ് ലുക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക്കിന് കുറച്ചെടുത്തിട്ട് ഒരു 3/4 വരെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാജൽ എവിടം വരെയാണോ ഉണ്ടായിരുന്നത് അവിടം വരെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഐ ഷാഡോ ലുക്ക് പോലെ തോന്നും. ഇത് കാജലായിട്ട് മിക്സ് ആയതൊരു പോപ്ലി ഷെയ്ഡാണ് വരുന്നത്. ഈവൻ ദോ പിങ്ക് ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്ക് എന്നാൽ പോലും. എന്നിട്ട് അതിനുശേഷം ലിപ്സ്റ്റിക്കിന് ഞാൻ ഉപയോഗിക്കുന്ന സെയിം ലിപ്സ്റ്റിക്കാണ് പങ്ക് മെറൂൺ, ബ്ലൂ ഹെവൻ്റെ പങ്ക് മെറൂൺ ആണ്. 200 റുപ്പീസേ ഉള്ളൂ. വളരെ നല്ല ലിപ്സ്റ്റിക്കാണ്. റിവ്യൂ വേണമെങ്കിൽ പറയൂ, ഞാൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി വരുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ചീക്സിൻ്റെ അവിടെ അപ്ലൈ ചെയ്തിട്ട് എഗെയിൻ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ 3 പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള മേക്കപ്പ് ലുക്കാണ്. ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പ് ലുക്ക് പോലെ തോന്നിച്ചാലും വളരെ ഈസി ആയിട്ട് 3 പ്രോഡക്റ്റ് വെച്ച് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.